ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കോഴിക്കോട് വരെ പോകും. കുറച്ച് വണ്ടീൻ്റെ വർക്കും കാര്യങ്ങളുണ്ട്. ഒരു വർക്ക്ഷോപ്പിൽ പെൻഡിങ് കിടക്കുന്നത്. അപ്പോൾ ഗാരേജ് ഇപ്പോൾ ക്ലോസ് ആണ്. അപ്പോൾ അവിടെയുള്ള വർക്കും കാര്യങ്ങളൊന്നും നമുക്ക് നമ്മളോട് തീർത്ത് കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് കേട്ടോ ഏകദേശം ഇപ്പോൾ നന്മണ്ട കഴിഞ്ഞു. ഇനി കോഴിക്കോടേക്ക് ഇനി അവിടെ എന്തെങ്കിലും ബാക്കി കാണാം. അതൊക്കെ കട്ട് ചെയ്താണ്. നീ എന്നാ നോക്കുന്നേ? സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ആവുക? ഇതേതാ മോഡല്? ഇതോ 2007 ആവാനല്ലോ. ഈ എഞ്ചിൻ കണ്ടില്ലേ? ഇതൊരു V6 എഞ്ചിനാണ്. സ്പെക്കൊക്കെ ഒന്ന് പറ. മൂവായിരം cc യോ? സീന് മുതലാണ്. എഞ്ചിൻ വേഗം ഇഞ്ചക്ടർ അയച്ചു. അപ്പോൾ ഇതിനി കമ്മിങ് സൂണായത്. റോഡ് മേലെ ഇറങ്ങാൻ പോകും. നിരത്തിൽ നടക്കാനുള്ള സ്റ്റാർട്ട് ആക്കും നമ്മൾ. ചോദിക്കാനായത് സ്റ്റാർട്ട് ആക്കും. ഫസ്റ്റ് ഇതിനകത്ത് പാമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. കാണിച്ചു തരാം ബാക്കി. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ കാണാം. അന്നത്തെ കാലത്ത് ലക്ഷറിയുടെ ഒരു അറ്റാണ്. ഏകദേശം മോഡൽ വരുന്നത് കറക്റ്റ് എങ്ങനെയുണ്ട്? ഇതൊന്നും ഡിസൈൻ അല്ല കേട്ടോ. ഇതൊന്നും ഇതിൻ്റെ ഗ്രാഫിക്സ് അല്ല. കണ്ടില്ലേ? ആരെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്രാഫിക്സ് ആണ്. ഇപ്പം പൂപ്പ് പിടിച്ച് ഉള്ളിലോട്ട് കണ്ടീഷനാണ്. ഓട്ടോമാറ്റിക് സീറ്റ് കാര്യങ്ങൾ ഫുൾ സെറ്റപ്പ്. ബാക്ക് ബാഡ്ജിങ് 3.0 ഇനി അടുത്ത ടാസ്ക് ആട്ടോ ഇത്. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഓടിക്കും. ഓൾഡ് മോഡലാണ് കിടക്കുന്നത്. 1968 മോഡൽ അല്ലേ? നമ്മൾ റീസ്റ്റോർ ചെയ്താലോ? എന്നുണ്ടാവും. എ ഫില്ലറൊക്കെ പൊളിഞ്ഞ് കിട്ടാം. ഫുൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. അയ്യോ ഡോറൊന്നും നടയുന്നില്ല. എഞ്ചിൻ പേ കാണിച്ചു. ഈ കണ്ടീഷനിൽ ഇന്ന് എത്ര പൈസ പറഞ്ഞേ? ഇതിലോ? ഇതിന് ഈ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു 6-7 ലക്ഷം രൂപ മാർക്കറ്റിൽ വെച്ചു. പിന്നെ എഞ്ചിൻ കണ്ടില്ല. ഇത് സ്റ്റാർട്ടിങ് ആട്ടോ വണ്ടി. കാണുന്ന പോലെ ഇല്ല. ഓടിച്ച് കൊണ്ടുവന്ന് നിർത്തിയതാ. ഇഞ്ചക്ടർ സർവീസിന് കൊടുത്തേക്ക്. ബാക്കി ബോഡി ഒന്നും നോക്കണ്ട. ഇതെന്തായാലും റീസ്റ്റോർ ചെയ്തു റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഇത് മൈസൂർ രജിസ്ട്രേഷൻ ആണ്. വേറെ ലെവലാണ്. MYZ അതിൻ്റെ നമ്പർ വരുന്നത്. ഗൂർഗിലായിരുന്നത് വണ്ടി. ഗൂർഗിന്ന് കൊണ്ടുവന്നു റീസ്റ്റോർ ചെയ്യാൻ. ഞാനിവിടെ കിടന്ന് ഇങ്ങനെയാണ് കിടന്ന് തന്നെ ഒരു 1 year ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് കൊണ്ടുപോകാം റീസ്റ്റോർ ചെയ്യാൻ. പിന്നെ മെയിൻ മെക്കാനിക് അഭിയുണ്ട്. മെയിൻ മെക്കാനിക് മലക്ക് പോയി വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് എഞ്ചിൻ അയക്കാൻ. അഭി സംശയങ്ങള് അനുവിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ ബെൻസും സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് ഏകദേശം പ്രാങ്ക് ചെയ്തിട്ടേക്ക്. ഇപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ. ഇവിടെ വേറെ ഒരുപാട് വണ്ടി ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ഒരു ഐറ്റം ഇവിടെ കിടക്കുന്ന കാണിച്ചിരുന്നോ? ഇത് കണ്ടില്ലേ? അന്നത്തെ
നമ്മൾ ഉണ്ണിക്കാൻ്റെ വണ്ടിയാണ്. ഇതിന് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് ആകെ പൊട്ടിക്കുന്നത് മാത്രമാണ്. ഫ്രണ്ട് ഗ്ലാസ് ഡാമേജ് ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ലോക്കല്ലേ? ഇവിടെ കിടന്ന് ഇങ്ങനെയായത്. ഇതിൻ്റെ ഇതൊന്നും ഗ്രാഫിക്സ് അല്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കാണുന്നത് ഈ ഡിസൈനൊന്നും വേറെ കണ്ട് ഗ്രാഫിക്സ് അപ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ തുരുമ്പ് കൊടുത്ത് വെള്ളം പോലെ ഇങ്ങനെയാണ്. ഇവിടെ വേറെ 1-2 വണ്ടിയില്ലേ കുറച്ച് റയറായിട്ട്? വേറെ കിടക്കുന്നത് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അത് കാണിച്ചു. വേറൊരു വേൾഡ് ഗ്യാരേജ് ഇപ്പം പൂട്ടിയിട്ടതാ. ഇതിന് നമ്മളെ സ്വന്തം മുതൽ. ഇവിടെ ഇപ്പം വർക്കൊന്നും എടുക്കുന്നില്ല, ഒരുപാട് വണ്ടി ഉണ്ട് ഇവിടെ. ഇതൊക്കെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വണ്ടിയാ. ഇതിന്റെ എഞ്ചിനല്ലേ ഇനി ഇറക്കിയപ്പോ? സെറ്റ് ചെയ്ത എഞ്ചിനാണ്. ഇനി ഇതിപ്പോൾ ഒന്നുകൂടി റീ അസംബിൾ ചെയ്യണം. ഇത് എഞ്ചിൻ്റെ അകത്ത് വെള്ളം കയറി കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇതിനെ എടുത്ത് കൊണ്ടുപോയിട്ട് ഇത് അയച്ചിട്ട് ഫുൾ. ഇതിന്റെ ഡോർ എങ്ങനെയാ തുറക്കുക? ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പോസിറ്റ് സൈഡ്, ഫ്രണ്ട് ഡോറൊക്കെ ഇങ്ങനെ കണ്ടില്ലേ? ഇത് ഒറ്റ ഇഞ്ചസിൽ 2 ഡോർ സെറ്റ് ചെയ്തു കണ്ടില്ലേ? നല്ല വെറൈറ്റി അല്ലേ? അതുപോലെ തന്നെ സ്റ്റെയറിംഗ് വീലും കാര്യങ്ങളും ഇതൊക്കെ നമ്മളെ 86 മോഡൽ അതേ ടൈപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടതാണ്. ഏത് മാനുവലിലേക്ക് മാനുവലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ സർവീസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കോഡ് സ്റ്റാർട്ട് ചെയ്യണം. മുതലല്ലേ ഉണ്ണീക്ക മതി. ബാക്കി ഉണ്ണീക്കാനുണ്ട്. ഉണ്ണീക്ക ആ റിലേ മാറ്റിയാൽ ക്ലിയർ ആവും. റിലേ വേണം. ഒപ്പിച്ചില്ല. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യും. ഈ 2 ഉള്ളിലെ ചേഞ്ച് ചെയ്യും. ബാക്കിൽ നിന്ന് എടുത്തിട്ടരോ ഈ 5 ലൈന് ക്ലിയർ ആയി. ഇപ്പോൾ ഈ സൈഡിലോട്ടുള്ള 5 ലൈന് ക്ലിയർ ആണ്. ക്ലിയർ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യും. ഈ 5 പഴയ പുതിയ കേട്ടോ. കറണ്ട് വരുന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നേരം ഈ ലൈനിന് ഇപ്പോൾ ഈ ലൈനിലാണ് കറണ്ട് വരുന്നത്. ഇപ്പോൾ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഈ ലൈനിൽ കറണ്ട് വരുന്നത്. ഈ ലൈൻ ഇതിൽ 2 ഇല്ല.